പെണ്ണുങ്ങള് ഉമ്മമാരെ യേശനി പറയുന്നവര് തമ്മിലടിപ്പിക്കുന്നവര് അതാ കാണുമ്പോ ചിരിച്ച് കാണിച്ചിട്ട് കഴുത്തറുക്കുന്ന പെണ്ണ് രണ്ട് മുഖമുള്ളവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? നാളെ പരലോകത്ത് കടന്നു വരുന്ന രംഗമെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ ലിസാനാനി മിനന്നാർ, രണ്ട് നാവാ നരകത്തിന്റെ തീയാല്. പടച്ചവനെ നിന്റെ നാവിനെ പടച്ച റബ്ബങ്ങ് കീറുകയാ. ആ നാവ് തീയുടെ നാവാണ് പെണ്ണ്. നീ നാളെ പരലോകത്ത് വരുന്ന രംഗം ഇങ്ങനെയാണ്. അല്ലാഹുവേ, എന്തേ ചിന്തിച്ചു നോക്കാത്തത്? ശബന്തിന്നി ഉറുമ്പുകളെ പോലെ ജനങ്ങൾ കൂടുന്ന സമയത്ത് പലരെയും കുറിച്ച് മോശമായത് പറയുമല്ലോ. എന്തിനാടാ നീ ഇങ്ങനെ പറയുന്നത്? നിനക്ക് ആ പാപത്തിന്റെ മഹത്വം, ആ പാപത്തിന്റെ വില എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. അതിന് സാരമല്ല, അതിന് സാരമല്ല. ജനങ്ങളെ കുറിച്ച് അപവാദങ്ങളും പരിഹാസങ്ങളും പറയുമ്പോ ആര് പറയട്ടെ? പള്ളിയിലെ ഇമാമാകട്ടെ, ഹജ്ജ് ചെയ്തവനാകട്ടെ, ഖുർആൻ പഠിച്ചവനാകട്ടെ, കള്ളുകുടിയനാകട്ടെ, ആരെങ്കിലും ഒരു കാര്യം നിന്റെ അടുക്കൽ പറഞ്ഞാ അതിന്റെ സത്യമറിയാതെ പറയല്ലേ. നിങ്ങളെ നല്ലതുപോലെ കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ മഹാനായ പ്രവാചകൻ മുഹമ്മദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മഹാനവറുകൾ പറയുകയാ, പടച്ചവനെ മനുഷ്യനെ കാണുമ്പോ അടുത്ത് വന്ന് നിന്ന് ചിരിക്കുകയാണ്. പള്ളിയിലെ ഖതീബിനെ കാണുമ്പോ ഖതീബിന്റെ അടുക്കൽ നിന്നിട്ട് പറയും, ഉസ്താദേ നിങ്ങളെ പോലെ ഒരു നല്ല മനുഷ്യനില്ല. നിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ നാട് നന്നായത്. എല്ലാവർക്കും വലിയ ബഹുമാനമാണ്, എല്ലാവരും നിങ്ങളെ ആദരിക്കുന്നുണ്ട്. ഇമാമിനെ കാണുമ്പോ ഇങ്ങനെ പറയും, കമ്മിറ്റിക്കാരെ കാണുമ്പോ പറയും നിങ്ങളാ നിങ്ങളാ നിങ്ങളാ. പക്ഷേ തിരിഞ്ഞു കഴിഞ്ഞ ഇവന്മാരിവിടെ കിടന്ന് കാണിക്കുന്നത് എന്താ? ഇതിലൊന്നും പടച്ചവനെ ഒന്നുമില്ലല്ലോ, ഇതിനകത്ത് സത്യസന്ധതയില്ലല്ലോ. രണ്ട് മുഖമുള്ളവർ, രണ്ട് മുഖമുള്ളവർ കാണുമ്പോ ചിരിച്ചു കാണിക്കും, തിരിഞ്ഞു കഴിഞ്ഞ ശത്രുവാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏഷണിയും പരദൂഷണവും പറയുന്നവർ, പരസ്പരം തമ്മിലടിപ്പിക്കുന്നവർ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇവരെങ്ങനാ കടന്നു വരുന്നതെന്നറിയുമോ? അതെങ്ങനാണ് ഇവര് കടന്നു വരുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പെണ്ണുങ്ങളെ ഉമ്മമാരെ യേശനി പറയുന്നവര് തമ്മിലടിപ്പിക്കുന്നവര് അതാ കാണുമ്പോ ചിരിച്ച് കാണിച്ചിട്ട് കഴുത്തറുക്കുന്ന പെണ്ണ്. രണ്ട് മുഖമുള്ളവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? നാളെ പരലോകത്ത് കടന്നു വരുന്ന രംഗമെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ ലിസാനാനി മിനന്നാർ, രണ്ട് നാവാ നരകത്തിന്റെ തീയാല്. പടച്ചവനെ നിന്റെ നാവിനെ പടച്ച റബ്ബങ്ങ് കീറുകയാ. ആ നാവ് തീയുടെ നാവാണ് പെണ്ണ്. നീ നാളെ പരലോകത്ത് വരുന്ന രംഗം ഇങ്ങനെയാണ്. അല്ലാഹുവേ, എന്തേ ചിന്തിച്ചു നോക്കാത്തത്? ശബന്തിന്നി ഉറുമ്പുകളെ പോലെ ജനങ്ങൾ കൂടുന്ന സമയത്ത് പലരെയും കുറിച്ച് മോശമായത് പറയുമല്ലോ. എന്തിനാടാ നീ ഇങ്ങനെ പറയുന്നത്? നിനക്ക് ആ പാപത്തിന്റെ മഹത്വം, ആ പാപത്തിന്റെ വില എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. അതിന് സാരമല്ല, അതിന് സാരമല്ല. ജനങ്ങളെ കുറിച്ച് അപവാദങ്ങളും പരിഹാസങ്ങളും പറയുമ്പോ ആര് പറയട്ടെ? പള്ളിയിലെ ഇമാമാകട്ടെ, ഹജ്ജ് ചെയ്തവനാകട്ടെ, ഖുർആൻ പഠിച്ചവനാകട്ടെ, കള്ളുകുടിയനാകട്ടെ, ആരെങ്കിലും ഒരു കാര്യം നിന്റെ അടുക്കൽ പറഞ്ഞാ അതിന്റെ സത്യമറിയാതെ പറയല്ലേ. ചിലപ്പോൾ
പോളവന് തഴമ്പ് കാണാ, താടിക്ക് നീളം കാണാ. ഞാൻ പറഞ്ഞതല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലാ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഏ സത്യവിശ്വാസികളെ, ഇൻജാഅകുൻ ഫാസിഖുൻ, ഒരു പാപിയുണ്ടല്ലോ, ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, ആരെങ്കിലും നിന്റെ ചാരത്ത് വന്നിട്ട് പടച്ചവനെ ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും അപവാദം പറഞ്ഞാ, പെണ്ണെ ചിലപ്പോ തസ്ബീഹ് കയ്യിൽ പിടിച്ചുകൊണ്ട് ദിക്ർ പറയുന്നവളാകാ, ഹജ്ജ് ചെയ്ത ഉമ്മയാകാ, നിസ്കരിക്കുന്നവളാകാ, സുന്നത്ത് നോമ്പ് പിടിക്കുന്നവളാകാ, ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് നടക്കുന്നവളാകാ. നീ വിശ്വസിക്കല്ലേ, ആരോടും പറയല്ലേ, ആരോടും പറയല്ലേ, ആരെയും നാണം കെടുത്തല്ലേ. അവസാനം പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് തോന്നുമ്പോ വായിക്കകത്ത് കൈവച്ചിട്ട് കടിച്ച് നിനക്ക് കേൾക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, രണ്ട് മുഖം കാണിക്കല്ലേ, രണ്ട് മുഖമുള്ളവനാകല്ലേ. പടച്ചവനെ, നമ്മളിൽ പലരും പറയും, ഉസ്താദ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, കേട്ടതല്ലേ ഉള്ളൂ. രണ്ട് മുഖമുള്ളവർ കാണുമ്പോ പടച്ചവനെ നിങ്ങളെ പോലെ നല്ല മനുഷ്യൻ അങ്ങനെ ഇങ്ങനെ മറ്റേതാ മറിച്ചതാ തിരിയുമ്പോ പറയും, ഇവനെക്കാളും വലിയ ഒരുത്തനുണ്ടോ അല്ലാഹ്. രണ്ട് മുഖമുള്ളവർ അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് നാണം കെട്ടുകൊണ്ടുവരും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരും പറയും, ഉസ്താദ് ഞാനൊന്നും പറഞ്ഞില്ല, കേട്ടതേ ഉള്ളൂ. കേട്ടാലും നീ പറഞ്ഞവനെ പോലെ തന്നെയാ. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മൾ വിചാരിച്ചിരിക്കണം, നിങ്ങൾ മനസ്സിലാക്കുക സഹോദര, കള്ളു കുടിച്ച അള്ളാഹിനോട് ദുആ ചെയ്താൽ മതി, അല്ലാഹ് പുറത്തിരും. നീ കള്ളു കുടിച്ചു, നീ വ്യഭിചരിച്ചു, നീ പലിശ തിന്നു, നീ എന്തു പാവം ചെയ്താലും അള്ളാഹിനോട് പശ്ചാത്തപിച്ച അല്ലാഹ് പുറത്തു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ നീ ഈ നാട്ടിലെ ഒരാളെ കുറിച്ച് അപവാദവും പരിഹാസവും പറഞ്ഞിട്ട് നീ മക്കത്ത് പോയി ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. നീ മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവനും പറഞ്ഞ് അവളെ നാണം കെടുത്തിയിട്ട് നീ ഹജറുൽ അസ്വദ് മുത്തിയിട്ട് കാര്യമില്ല. നിനക്ക് ആ പാപം പൊറുക്കണമെങ്കിൽ നീ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവളുടെ കൈ പിടിച്ചു പൊരുത്തം ചോദിക്ക്, എങ്കിൽ അള്ളാഹ് നിനക്ക് പുറത്തു തരൂ. കള്ളുകുടി നീയും അള്ളാഹുവും തമ്മിൽ ബന്ധപ്പെട്ടത്. അള്ളാഹ് കരുണയുള്ളവനാ, അള്ളാഹ് പുറത്തു തരും. നിസ്കരിച്ചില്ല, അള്ളാഹിനോട് പശ്ചാത്തപിച്ച അള്ളാഹ് പൊറുക്കും. പക്ഷെ ഞാനും നീയും ഉള്ളത് നമ്മൾ തമ്മിൽ തന്നെ തീർക്കണം. മനുഷ്യനും തമ്മിലുള്ള ഹക്കടപാടുകൾ. എന്റെ പള്ളിയുടെ പടിയിൽ ഇരുന്നിട്ട് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ പടിയിൽ ഇറങ്ങിയിരുന്ന് പറയുന്ന ഉപ്പമാരില്ലേ, കടത്തിണ്ണയിൽ ഇരുന്നിട്ട് പച്ചയിറച്ചി തിന്നാൻ എന്തെങ്കിലും ഇട്ടോ. അയൽവാസികളായ 4 പെണ്ണുങ്ങൾ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ എത്ര പെണ്ണുങ്ങളെ ജീവനോടെ ഇറച്ചി തിന്നുമ്മ നീ. എന്തേ നിനക്ക് മനസ്സിലാകാത്തത്? നീ വിചാരിക്കുന്നു അത് നിസാരമായ പാപവാങ്ങി രക്ഷപ്പെടുമെന്ന്. നീ രക്ഷപ്പെടൂല. ഉമ്മാടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പറ്റുമോ? വാപ്പാടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പറ്റുമോ? എന്താ തിരിയാത്ത? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, വാപ്പാടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പറ്റില്ലല്ലോ. അള്ളാന്റെ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ മാതാപിതാക്കളുടെ റൂമിനകത്ത് അനുവാദം ചോദിക്കാതെ കയറരുത്. 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ വാതിലിൽ തട്ടിയിട്ട് ചോദിക്കണം, ഞാൻ കേറി വരട്ടെ, ഞാൻ കേറി വരട്ടെ എന്ന് അനുവാദം ചോദിക്കാതെ കേറരുത്. അള്ളയാ പറഞ്ഞേ. ഇത് 45 വയസ്സുകാരനോടല്ല, 18 വയസ്സുള്ളവനോടല്ല. പ്രായപൂർത്തിയാകാത്ത മക്കൾ എന്ന് പറഞ്ഞാൽ നിസ്കാരം കൽപ്പിക്കേണ്ടത് 7 വയസ്സ്. 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ ഉമ്മയുടെ ബാപ്പയുടെയും റൂമി തട്ടി ചോദിക്കണം, ഞാൻ കേറി വരട്ടെ. എപ്പോഴാ 3 സമയം? 1 സുബഹിന്റെ മുമ്പുള്ള സമയം, വെളുപ്പാങ്കാലം. 2 ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന സമയം. 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിലും ചോദിച്ചിട്ടേ കയറാവൂ. എന്തുകൊണ്ട്? ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ രാത്രി കിടക്കുമ്പോ മുണ്ടൊക്കെ ഉടുത്തിയിട്ട് കിടക്കും. നമ്മൾ രാത്രി ആണുങ്ങളൊക്കെ കിടക്കുമ്പോ മുണ്ടൊക്കെ ഉടുത്തിട്ട് കിടക്കും.
രാവിലെ നോക്കണം പടച്ചവനെ, ഉറക്കത്തിൽ നിന്ന് ആദ്യം എഴുന്നേൽക്കുമ്പോ തിരയുന്നത് ഈ മുണ്ട. കട്ടിലിനടി കിടക്ക, കടപ്പുറത്ത് കിടക്കണ പോലെ കിടക്ക, മദാമ കിടക്കണ പോലെ വാപ്പ. സായിപ്പ് വന്ന് കിടക്കുന്ന ഉമ്മ കിടക്കണ കാര്യമൊന്നും ഞാൻ പറയണില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മുടെ ഔറത്ത് തുറന്നു കിടക്കുകയാ. ഈ സമയത്ത് 5 വയസ്സുള്ള ഒരു മകള് റൂമിനകത്ത് കയറി വന്ന വാപ്പാടെ ഔറത്ത് കാണുമ്പോ ഒന്ന് അരിച്ചുവയ്ക്കേ. ഉമ്മയുടെ ഔറത്ത് കാണാൻ പാടില്ല. എടാ ഇനി എന്തിന്? എടാ 40 വയസ്സുള്ളവൻ തന്റെ ഉമ്മയുടെ ഔറത്ത് കണ്ട എന്തെങ്കിലും തോന്നുമോ നമുക്ക്? നമ്മുടെ ഉമ്മയല്ലേ, നമ്മുടെ ഉപ്പയല്ലേ, അവരുടെ ഔറത്ത് കണ്ടാൽ ഒരു മക്കൾക്കും ഒന്നും തോന്നാറില്ല. എന്നാലും അള്ളാഹ് പറഞ്ഞ് കാണണ്ട. ഉമ്മയുടേതാണെങ്കിലും വാപ്പയുടേതാണെങ്കിലും ആ പ്രായപൂർത്തിയാകാത്ത മക്കൾ പോലും കാണാൻ പാടില്ല എന്ന് പറയുമ്പോ എന്തേ ഉമ്മ നിനക്ക് തിരിയാത്തത്? നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും മറച്ചു നടക്കുന്ന നീ നിന്റെ മക്കളുടെയും നിന്റെ ഭർത്താവിന്റെ നിങ്ങൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് എൻ്റെ ഉപ്പമാരോട് പറയുന്നു, തിരുത്തിക്കോ പാവം. നിന്റെ കണ്ണിന്റെ മുന്നിൽ നടക്കുന്ന തെറ്റുകൾ നീ തിരുക്ക്. നാട്ടുകാരുടെയല്ല, സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും തെറ്റ് നീ തിരുത്തി കൊടുത്തില്ലെങ്കിൽ നീ ആ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയാൽ അള്ളാഹു നിന്നെ വെറുതെ വിടത്തില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്തെന്നറിയുമോ? ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും, ഈ ദുനിയാവിൽ നീ ഞങ്ങളെ നാണം കെടുത്തല്ലേ അല്ലാ. നമ്മളൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ ഈ ദുനിയാവിൽ നീ ഞങ്ങളെ നാണം കെടുത്തല്ലേ, മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ തലതാഴ്ത്തേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ എന്നെല്ലാവരും അള്ളാഹുവിനോട് അവിടുന്ന് ദുആ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ദുആ ചെയ്യുന്നത്? പടച്ചവനെ, നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടുപോകുന്നത് വല്ലാത്ത ദുഃഖമുള്ള കാര്യമാണ്. ഒരാളുടെ മുന്നിൽ മോശക്കാരനാണെന്നറിയപ്പെടുന്നത് പടച്ചവനെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണല്ലോ. ഈ ദുനിയാവിൽ പടച്ചവനെ ജനങ്ങളുടെ മുന്നിൽ ഭാര്യമാരുടെയും മക്കളുടെയും കൂടപ്പറപ്പുകളുടെയും കുടുംബക്കാരുടെയും അയൽവാസികളുടെയും നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടുപോകുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ വല്ലാതെ ഭയപ്പെടുകയാണ്, നമ്മൾ വല്ലാതെ പേടിക്കുകയാണ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. നമ്മൾ ഈ ദുനിയാവിലെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുന്നതിന് വല്ലാതെ ഭയപ്പെടുന്നതെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറഞ്ഞു തരികയാ, ഈ ദുനിയാവിൽ മാത്രം നാണം കെട്ടാൽ, ഈ ദുനിയാവിൽ നാണം കെടുന്നതിന് നീ ഇത്ര ഭയപ്പെടുന്നതുണ്ടെങ്കിൽ എങ്കിൽ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഇവിടത്തെ പള്ളിപ്പറമ്പിലെ ഖബറുണ്ടല്ലോ, ആ ഖബറിനകത്ത് നിന്ന് പടച്ചവനെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് രണ്ടാമത് സൂർ എന്ന് പറയുന്ന കാഹളത്തില് അവിടെ നിന്ന് ഊതുന്ന ദിവസമുണ്ടല്ലോ, ജനങ്ങൾ മുഴുവനും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. പടച്ചവനെ, നമ്മൾ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പടച്ചവനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് വിശദീകരിക്കുകയാ, എങ്ങനെയാണ് എഴുന്നേറ്റ് വരുന്നതെന്നറിയുമോ? അല്ലാഹുവേ, നമ്മൾ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ കുളിപ്പിക്കുമല്ലോ, സുഗന്ധം തേക്കുമല്ലോ, പുതിയ വസ്ത്രം ധരിപ്പിക്കുമല്ലോ. എന്നിട്ടതാ പടച്ചവനെ ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലിന്റെ മുകളിലേക്ക് എടുത്തു മലർത്തി കിടത്തിയിട്ട് നമ്മളെ എല്ലാവരും കൂടെ ചുമന്നുകൊണ്ട് ഈ പള്ളിയിലേക്ക് കൊണ്ടുവരുമല്ലോ. പള്ളിയിൽ കൊണ്ടുവന്ന് ഇമാമ് കയറി നിന്ന് മയ്യത്ത് നമസ്കരിക്കുകയാണ്. അവിടെ ദുആ ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് പുതിയ പളയ പോലെ, പുതിയ പെണ്ണിനെ പോലെ ഒരുക്കി വെച്ചിരിക്കുന്ന നിന്നെ എടുത്തുകൊണ്ട് ഈ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയിട്ട് ഖബറടക്കുകയാ. അല്ലാഹുവേ, പിടിമണ്ണ് വാരി നിന്റെ കബളിന്റെ താഴെ വെച്ചു പലകയെടുത്ത് നിരത്തിയിട്ട് എല്ലാവരും ഖബറിന്റെ മുകളിൽ പിടിമണ്ണ് വാരി ഇട്ടിട്ട് അവിടെ നിന്ന് ഖബറടക്കിയിട്ട് എല്ലാവരും നിന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് സലാം പറഞ്ഞു പിരിഞ്ഞു പോവുകയാ. അല്ലാഹുവേ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അതാ രണ്ടാമത് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ
ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, പുതിയ വസ്ത്രത്തിൽ ഒരുക്കി പുതിയ പെണ്ണിനെ പോലെ നിന്നെ കൊണ്ടുപോയി ഖബറടക്കിയല്ലോ, എങ്കിലും നാളെ എഴുന്നേറ്റ് വരുന്ന രംഗം എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മനുഷ്യകോലത്തിൽ കൊണ്ടുപോയി ഖബറടക്കിയ നമ്മള് നാളെ പരലോകത്ത് കടന്നു വരുന്നത് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരുന്നവർ, പേപ്പട്ടിയെ പോലെ നാക്ക് നാട്യതാ നാക്കിങ്ങനെ താഴ്ത്തി പിടിച്ചുകൊണ്ട് കടന്നു വരുന്നവർ, അതാ പിന്താരങ്ങളിൽ കൊടികുത്തി വെച്ചുകൊണ്ട് വരുന്നവർ, ഇങ്ങനെ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് 41 വിഭാഗമായിട്ട് എന്റെ സമുദായം നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് ലോകത്തിന്റെ നേതാവ് അവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഭാര്യയുടെ മുന്നിൽ, നിന്റെ മാതാപിതാക്കളുടെ മുന്നിൽ, നിന്റെ മക്കളുടെയും നിന്റെ കൂടപ്പുറപ്പിന്റെയും നിന്റെ കുടുംബക്കാരന്റെയും നിന്റെ കൂട്ടുകാരുടെയും നിന്റെ നാട്ടുകാരുടെ മുന്നിൽ ഈ ദുനിയാവിലെ ജീവിതത്തിൽ കള്ളനെന്നും പെണ്ണുപിടികനെന്നും മോശക്കാരനെന്ന് പടച്ചവനെ നിന്നെ ജനങ്ങൾ വിളിക്കുന്നത് നീ വല്ലാതെ ഭയപ്പെടുന്നതെങ്കിൽ, നാണം കെടുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, അല്ലാഹുവേ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും സുലൈമാൻ നബിയും യഹ്യാ നബിയും ഈസാ നബിയും 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ അനുയായികള് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരും അവരുടെ അനുയായികളും അല്ലാഹുവിന്റെ മലക്കും അല്ലാഹുവിന്റെ മലക്കുകളും ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറബും അങ്ങനെ കോടാനി 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 കൂടി ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുന്ന പടച്ചറബിന്റെ പരലോകമുണ്ടല്ലോ, ആ പരലോകത്ത് നാണം കെട്ടുപോകുന്ന അവസ്ഥയെ കുറിച്ച് നീ എന്തേ ചിന്തിക്കാത്തത്? എടാ, ഇവിടെ നാണം കെടുന്നത് നിനക്ക് പേടിയാണെങ്കിൽ, ഇവിടെ നാണം കെടുന്നത് നിനക്ക് വിഷമമാണെങ്കിൽ, ഇവിടത്തെ ജനങ്ങൾ 4 ദിവസം പറയും, 5ന്റെ അന്ന് അവര് മറ്റുള്ളവരെ കുറിച്ച് പറയും നിന്നെ മറന്നു പോവുകയാണ്. അത് കൊലപാതകയാണെങ്കിലും കള്ളനാണെങ്കിലും പെണ്ണു പിടിച്ചവനാണെങ്കിലും നിന്റെ നാട്ടുകാര് ഒരാഴ്ച പറയും, അടുത്ത ആഴ്ച അവര് മറ്റുള്ളവരുടെ കാര്യം പറയുകയാ, നിന്നെ കുറിച്ച് അവര് മറന്നു പോവുകയാണ്. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ കോടതിയില് കോടാനുകോടി പ്രവാചകന്മാരുടെയും അല്ലാഹുവിന്റെ പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ അനുയായികള്, അവിടെ നിന്റെ വാപ്പയുണ്ടല്ലോ, അവിടെ നിന്റെ ഉമ്മയുണ്ടല്ലോ, അവിടെ നിന്റെ കൂടപ്പുറപ്പുണ്ടല്ലോ, അവിടെ നിന്റെ ഭാര്യ മക്കളുണ്ടല്ലോ, അവിടെ നിന്റെ കുടുംബക്കാരുണ്ടല്ലോ, അവിടെ നിന്റെ നാട്ടുകാരുണ്ടല്ലോ. പടച്ചവനെ, നീ സ്നേഹിച്ചിരുന്നവർ മുഴുവൻ നാളെ പരലോകത്ത് നിൽക്കുമ്പോ അവിടെ വെച്ച് നാണം കെട്ടുപോകുന്ന അവസ്ഥയെ കുറിച്ച് നീ എന്തേ ചിന്തിക്കാത്തത്? അല്ലാഹുവിനോട് ദുആ ചെയ്യാത്തതെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്താദ്യമായിട്ട് പരിശുദ്ധമായ കഅബാലയം പണിത അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് അവിടുന്ന് ദുആ ചെയ്യുകയാ. എന്താ ദുആ ചെയ്തതെന്നറിയുമോ? വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് അവിടുന്ന് തന്റെ ഇരുകരങ്ങൾ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് അവിടുന്ന് ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറയുകയാ, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. നാളെ പരലോകത്ത് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൽ നീ എന്നെ അപമാനിക്കല്ലേ അല്ലാ, എന്നെ നീ നാണം കെടുത്തല്ലേ അല്ലാ. ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. നമ്മളൊക്കെ ദുആ ചെയ്യുന്നത് ഇവിടെ നാണം കെടുത്തല്ലേ അല്ലാ, ഈ ദുനിയാവിലെ നാണം കെടുത്തല്ലേ അല്ലാ.
ഞാൻ എന്ത് വൃത്തികേടുകൾ ചെയ്താലും, ഞാൻ എന്ത് മോശമായ പ്രവർത്തനം ചെയ്താലും എന്നെ ഇവിടെ നാണം കെടുത്തല്ലേ അല്ലാ. അങ്ങനല്ലടാ ചെറുപ്പക്കാരാ ദുആ ചെയ്യേണ്ടത്. നിങ്ങളെ അങ്ങനെയല്ലടി. എന്ത് മോശമായ പ്രവർത്തനം നടത്തിയാലും എന്റെ ഭർത്താവ് അറിയരുത്, എന്റെ മക്കൾ അറിയരുത്, എന്റെ മാതാപിതാക്കൾ അറിയരുത്. എനിക്കിങ്ങനെ സുഖിച്ച് ജീവിക്കണമെന്ന് കരുതുന്ന പെണ്ണ് അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാ. ഇബ്രാഹിം നബി അങ്ങനെയാ ദുആ ചെയ്തത്. ഇബ്രാഹിം നബി അങ്ങനെയാ ദുആ ചെയ്തത്. പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. ഒരുപാട് സ്ഥലങ്ങളിൽ അവിടുന്ന് പ്രവാചകന്മാർ ദുആ ചെയ്തത് കാണാം. അവൻ അല്ലാഹുവിനോട് പറയുകയാ, റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നാളെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പുണ്ടല്ലോ, ആ പടച്ചറപ്പിന്റെ കോടതിയില് അല്ലാഹുവിന്റെ പരലോകത്ത് നാണം കെടുന്ന ചിലരുണ്ട്. നിന്യന്മാരായി പോകുന്ന, നിസാരന്മാരായി പോകുന്ന, മോശക്കാരായി തല താഴ്ത്തി പിടിച്ചു നിൽക്കുന്ന ജനങ്ങൾ മുഴുവനും നോക്കുന്നു ആരാ? അല്ലാഹ്. ജനങ്ങൾ മുഴുവനും നിന്നെ കാണുമ്പോ പടച്ചവനെ മൂക്കു പൊത്തുകയാ. നിന്റെ സ്മെല്ലടിച്ചിട്ട് ദുർഗന്ധം ശ്വസിക്കാൻ കഴിയാതെ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ചിലരെ കാണുമ്പോ അതാ പരലോകത്ത് നിൽക്കുന്നവർ മുഴുവനും മുഖമങ്ങ് തരിക്കുകയാണ്. പടച്ചവനെ, നിന്യരായി നിസാരന്മാരായി വൃത്തികെട്ടവരെ പോലെ അല്ലാഹുവേ നാളെ പരലോകത്ത് കടന്നു വരുന്ന ചിലരുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പരലോകത്ത് ഈ തൊപ്പിയും താടിയും വെച്ചിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും കേട്ടോ, ഇന്ന് നീ ഫർദയുണ്ട്, ഹിജാബുണ്ട്, സർവ്വതുമുണ്ട്, പള്ളിക്ക് കൊടുക്കും, വഅദ് പറയും, എല്ലാം ചെയ്യും. പക്ഷെ നാളെ പരലോകത്ത് നീ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നിന്നെ എത്ര അത്രനകത്ത് കുളിപ്പിച്ച് എത്ര നല്ല വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് കുഴിച്ചിട്ടാലും നാളെ നീ പരലോകത്ത് എഴുന്നേറ്റ് വരുമ്പോൾ നിന്നെ കാണുമ്പോൾ ജനങ്ങൾ മൂക്കുപൊത്തും, നിന്നെ കാണുമ്പോൾ ജനങ്ങൾ മുഖം തിരിക്കും. അങ്ങനെ വൃത്തികെട്ടവരെ പോലെ, നിസാരന്മാരെ പോലെ നാണം കെട്ടുകൊണ്ട് നാളെ പരലോകത്ത് വരുന്ന ചിലരുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് എന്താ ഒരു സലാത്ത് പറയാൻ വല്ല മടിയുണ്ടോ? അങ്ങനെ വല്ല പൈസ വല്ലതും വേണോ? എന്തെന്നറിയോ, എന്ത് പറഞ്ഞാലും അനക്ക് വലിയൊരു പ്രതികരണ ശേഷി ഇല്ലാതിരിക്കരുത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മുടെ നാവ് പുറത്തേക്ക് വരില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ വലിയ ശബ്ദമാണ്. അതങ്ങനെ. ഇത് ദുനിയാവിലെ സ്വർഗം. ഈ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആരൊക്കെ അടുത്ത് വന്നിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും ഈ നാവ് അപ്പോഴും പൊങ്ങൂല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്ത് നാണം കെട്ട് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവരാരാ? നമ്മൾ വിചാരിക്കും കള്ളുകുടിയനായിരിക്കും, അല്ലെങ്കിൽ വ്യഭിചരിക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ പലിശ തിന്നുന്നവനായിരിക്കും, അല്ലെങ്കിൽ നിസ്കരിക്കാത്തവനായിരിക്കും, അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നവനായിരിക്കും. നമ്മളൊന്നും ആ കൂട്ടത്തിലില്ല എന്ന് നമ്മൾ കരുതുന്നേ. നമ്മൾ വിചാരിക്കുന്നത് നമ്മളാരും ആ കൂട്ടത്തിലില്ല. കാരണം നമ്മൾ കള്ളു കുടിച്ചിട്ടില്ല, ജീവിതത്തിൽ ഇന്ന് വരെ കള്ളു കുടിച്ചിട്ടില്ല, ഞാൻ വ്യഭിചരിക്കാൻ പോയിട്ടില്ല, ഞാൻ പലിശയുമായി ബന്ധപ്പെട്ടിട്ടില്ല, ഞാൻ 5 നേരം നിസ്കരിക്കുന്നവനാ, അപ്പൊ എന്നെ കൊണ്ട് ഞാനായിരിക്കില്ല എന്ന് നമ്മൾ കരുതുന്നുണ്ട്. എങ്കിൽ ഈ പറയുന്ന തെറ്റുകൾ നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്ക്. ഈ പറയുന്ന തെറ്റുകൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്.
ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഈ പറയുന്ന തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പാ. ഈ ഉറപ്പ് നമുക്കുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ തിരുത്തിക്കോ, ഇല്ലെങ്കിൽ നാണം കെട്ട് നാളെ പരലോകത്തേക്ക് വരേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെട്ട് വരുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ? നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ നാണം കെട്ടവനെ പോലെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒന്നാമത്തെ മനുഷ്യൻ അഹങ്കാരിയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഹങ്കാരമുള്ളവൻ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുമ്പോൾ അഹങ്കാരിയെ പോലെ ധിക്കാരിയെ പോലെ ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ നാളെ പരലോകത്ത് കടന്നു വരുന്ന രംഗമെങ്ങനെയാണ്? പടച്ചവനെ, അവന് നാണം കെട്ടവനെ പോലെയാണ് വരുന്നത്. എന്താണ് അഹങ്കാരമെന്നറിയുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബത്റുൽ ഹകീം വഅംദുൻ നാസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഹങ്കാരമെന്നാൽ പടച്ചവനെ ധിക്കരിക്കലാണ്, മനുഷ്യരോട് അവഗണന. പടച്ചവനെ അവഗണിക്കുകയാണ്. ആര് പറഞ്ഞാലും അവനെ ചെവികൊള്ളൂല. പടച്ചവനെ പണത്തിന്റെ പവർ കാണിക്കുന്നവരുണ്ട്, അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ? അതാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ? അല്ലാഹുവേ, അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കൂല, അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കൂല. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ചവനെ, അവൻ എങ്ങനെയാണ് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നതെന്നറിയുമോ? അല്ലാഹു അവനെ പരലോകത്ത് കൊണ്ടുവരുന്ന രംഗം എങ്ങനെയാണ്? പടച്ചവനെ, എല്ലാവരും എന്നെ കാണുമ്പോ എഴുന്നേക്കണം, എന്നെ ബഹുമാനിക്കണം, എന്നെ ആദരിക്കണം. പടച്ചവനെ, ഞാൻ വലിയവനാണെന്ന് പറയണം. അതിനു വേണ്ടിയല്ലേ പടച്ചവന് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ടല്ലോ. പരസ്യമായിട്ട് പടച്ചവനെ ഞാൻ വലിയവനാണെന്ന് പറയാറ് സ്വന്തം പൈസ കൊടുത്തിട്ട് ഫ്ലെക്സ് അടിച്ചു വെക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ, നാട്ടുകാര് മുഴുവനും വലിയവനാണെന്ന് പറയാ കഷ്ടപ്പെടുന്ന സഹോദരാ, നീ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അതാ സൂറെന്ന് പറയുന്ന കാകളത്തിൽ ഊതുമ്പോ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗമെങ്ങനെയാ? പെങ്ങളെ, നിനക്ക് ഇത്തിരി പണമുണ്ടായപ്പോ പണമില്ലാത്ത പാവങ്ങളെ കാണുമ്പോ നിനക്ക് വല്ലാത്ത ഒരു അവഗണനയാണ്, പുച്ഛമാണ്. അവരടുക്കൽ പോയിരിക്കാം നിനക്ക് മടിയാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, എങ്ങനെയാണ് പരലോകത്ത് കടന്നു വരുന്നത്? അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അംസാലു ദുർരി ഫി സൂരി റിജാൽ. അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അഹങ്കാരികൾ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുന്ന രംഗം എങ്ങനെയെന്നറിയുമോ? എടാ, ചെറിയ ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ? ശരീരത്ത് കയറിയിരുന്ന് കടിക്കുന്ന ചെറിയ ഉറുമ്പുണ്ടല്ലോ, കറുത്ത ചെറിയ ഉറുമ്പുണ്ടല്ലോ. അല്ലാഹു നിന്നെ അതുപോലെയാക്കുകയാ. ഈ ദുനിയാവിൽ നെഞ്ചു വിരിച്ചിട്ട് നീയാണ് വലിയവനെന്ന് പറഞ്ഞ് നെളിഞ്ഞ് നടന്നവന് അല്ലാഹു നിന്റെ മനുഷ്യന്റെ രൂപത്തില് അല്ലാഹു ചെറിയ ഒരു ഉറുമ്പിനെ പോലെ നിന്നെ അങ്ങ് ചെറുതാക്കുകയാ. പടച്ചവനെ, ദുർഗന്ധമടിക്കുകയാണ്, ദുർഗന്ധമടിക്കുകയാണ്. ഒരു ഉറുമ്പിനെ പോലെ പടച്ചവനെ നീ നാളെ പരലോകത്ത് കടന്നു വരികയാ. അല്ലാഹു നിന്നെ നാണം കെടുത്തുമടാ, അല്ലാഹു നിന്നെ തരം താഴ്ത്തുമടാ. പെങ്ങളെ,
എന്നെ കാണുമ്പോ ജനങ്ങൾ മുഖത്ത് കൈവെക്കുകയാണ്, അവര് മൂക്ക് പൊത്തുകയാണ്. കാരണം അത്രയും നിസാരനാക്കിയിട്ട്, അത്രയും നിസാരമാക്കിയിട്ട് അല്ലാഹുവേ അഹങ്കാരികൾ നാളെ പരലോകത്ത് കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ അഹങ്കരിക്കുവാനുള്ള അവകാശം ഒരാൾക്കേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൽ അഹങ്കരിക്കുവാനുള്ള അവകാശം ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു മഖ്ലൂക്കിനും അഹങ്കരിക്കാനുള്ള അവകാശമില്ല. ഒരു കടുകുമണിയുടെ അളവെങ്കിലും നിന്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ? നിസ്കാര തടമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വാപ്പാ, താടിക്ക് നീളമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉപ്പാ, പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞിട്ട് നിനക്കൊരു പ്രയോജനവുമില്ല. അഹങ്കാരത്തിന്റെ ഒരു അംശമെങ്കിലും നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ കയ്യിലെ തസ്ബീഹും പിടിച്ചിട്ട് ദിക്ർ പറയുന്ന പെങ്ങളെ, ഫർദയും ഹിജാബും ധരിച്ചുകൊണ്ട് നടക്കുന്ന ഉമ്മ, വെറുതെയാണുമ്മ, ഇതൊക്കെ വെറുതെ ഷോയാണുമ്മ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് പറയുകയാ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ അവൻ നാളെ സ്വർഗത്തിൽ കിടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.